ഹലോ, ഗുഡ് മോർണിംഗ്. എന്താണ് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമുക്ക് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ഇന്നത്തെ എനർജി എന്താണ്, എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം നോക്കാം. ഫസ്റ്റ് കാർഡ് 2 ഓഫ് സ്വോർഡ്സിൻ്റെ എനർജിയാണ്. ഇതൊരു ഇൻഡിസിഷൻ്റെ ആയിട്ടുള്ളൊരു എനർജിയാണ്. അതായത് ഒരു ക്രോസ് റോഡിൽ നിൽക്കേണ്ടി വരുന്നു എന്നാണ്. വേണോ വേണ്ടയോ എന്നൊരു തീരുമാനം എടുക്കേണ്ടി വരുന്നൊരു ദിവസമാണ്. പക്ഷേ നമുക്ക് തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളൊരു എനർജിയാണ്. പക്ഷേ ഇത് ചിലപ്പോൾ ഒരു നോ, വേണ്ട, നമ്മുടെ ഹൃദയത്തെ സംരക്ഷിച്ചുകൊണ്ട് നമ്മൾ വാളുകൾ കൈ ഇങ്ങനെ ഹൃദയത്തിന് ക്രോസായിട്ട് വെച്ച് നമ്മുടെ ഹൃദയത്തെ സംരക്ഷിക്കുന്ന ഒരു എനർജിയാണ്. അപ്പോൾ നോ എന്ന് തന്നെയാണ് ഇത് പറയുന്നത്. അപ്പോൾ ഒരു തീരുമാനം എടുക്കുകയാണെങ്കിൽ നോ എന്നായിരിക്കും നിങ്ങൾ എടുക്കാൻ സാധ്യതയുള്ളൊരു തീരുമാനം എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ തീരുമാനം എടുക്കാൻ തയ്യാറല്ല എന്നാണ് 2 ഓഫ് സോഡ്സ് പറയുന്നത്. ഒരു ക്രോസ് റോഡിലാണ്, തീരുമാനം എടുത്തേ പറ്റൂ. പക്ഷേ നിങ്ങൾക്ക് തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല. കാരണം നിങ്ങളുടെ ഹൃദയത്തെ വല്ലാതെ വേദനിപ്പിക്കും ആ തീരുമാനം എന്ത് തന്നെയായാലും. അതുകൊണ്ട് നിങ്ങൾ തീരുമാനം എടുക്കുന്നില്ല എന്നാണ്. അപ്പോൾ എടുക്കുകയാണെങ്കിൽ അതൊരു നോ ആയിരിക്കാനാണ് സാധ്യത. ഓക്കെ, ദെൻ സെക്കൻഡ് കാർഡ് വന്നിട്ട് ക്വീൻ ഓഫ് വാൺസ് ആണ്. ഇത് നിങ്ങൾ മാറി ചിന്തിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾ ചിന്തകളൊക്കെ നിങ്ങളുടെ മാറിപ്പോയിരിക്കുന്നത്. നിങ്ങൾ എന്തുകൊണ്ടാണ് ക്വീൻ ഓഫ് സോർട്സ് വന്നത്? ഇത് നിങ്ങളുടെ ചിന്തകൾ മൊത്തത്തിൽ മാറിപ്പോകുന്നുണ്ട്. നിങ്ങളുടെ ചിന്തകൾ നിങ്ങൾ കുറച്ച് സ്പിരിച്വൽ വേയിലേക്കൊക്കെ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ചിന്തകളും ഒരു പ്രത്യേകിച്ചും നിങ്ങൾ ഒരു കോൺഫ്ലിക്റ്റിലാണ്, മാനസികമായിട്ടൊരു കോൺഫ്ലിക്റ്റിലാണ് നിൽക്കുന്നതെങ്കിൽ അത് എന്ത് വേണം, എങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തണം എന്നൊരു കൺഫ്യൂസ്ഡ് സ്റ്റേറ്റിലാണ് നിങ്ങൾ നിൽക്കുന്നത് എങ്കിൽ അവിടെ നിങ്ങൾ ഒരു ആത്മീയമായിട്ടുള്ള വഴിയായിരിക്കും ഒരു പക്ഷേ സ്വീകരിക്കാനായിട്ട് പോകുന്നത്. ഇത് 2 ലേഡീസ് തമ്മിലുള്ളൊരു കോൺഫ്ലിക്റ്റ് പോലെയാണ് കാണുന്നത്. ഒരു ക്വീൻ ഓഫ് വാൺസും ഒരു ഹൈ പ്രീസ്റ്റസും ആണ് കാണുന്നത്. ഒരാൾ ഹൈലി എലൈറ്റഡ് ആയിട്ടുള്ളൊരു ഫീമെയിൽ ഫെമിനൈൻ എനർജി, മറ്റൊരാൾ ഹൈലി സ്പിരിച്വൽ ആയിട്ടുള്ള ഒരാളായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇവർ തമ്മിലുള്ളൊരു ഒരു എനർജി എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും തീരുമാനങ്ങൾ പരസ്പരം എന്തായിരിക്കും? കിങ് ഓഫ് കപ്സ്. ഓക്കെ, ഒരു സ്നേഹത്തിലധിഷ്ഠിതമായ തീരുമാനത്തിലേക്കാണ് പോകാൻ സാധ്യത. കിങ് ഓഫ് കപ്സ് ആണ്, സ്നേഹമാണ്, ഉള്ളിൻ്റെ ഉള്ളിൽ എന്നറിഞ്ഞ സ്നേഹം തന്നെയാണ്. അപ്പോൾ ആ രീതിയിൽ ഒരു കോംപ്രമൈസിലേക്ക് പോകാനാണ് സാധ്യത കാണുന്നത്. പക്ഷേ ഇത് 2 പേർക്കിടയിലുള്ള ഒരു കോൺഫ്ലിക്റ്റ് പോലെ തന്നെയാണ് കാണുന്നത്. ഓക്കെ, ഒരു ക്വീൻ ഓഫ് വാൺസും ഒരു ഹൈ പ്രീസ്റ്റസും തമ്മിലുള്ളതാണ്. അതായത് എന്ത് തീരുമാനം എടുക്കണം എന്നുള്ളൊരു കൺഫ്യൂഷനിൽ നിൽക്കുന്നതായിട്ടും, പക്ഷേ അത് സ്നേഹത്തിൻ്റെ പേരിൽ അത് കോംപ്രമൈസ് ആയി പോകുന്നതായിട്ടും കാണുന്നുണ്ട്. ഓക്കെ, ദെൻ 5 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. ഇത് ഒരു ഫിനാൻഷ്യൽ ലോസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ശാരീരികമായിട്ടും മാനസികമായിട്ടും ബുദ്ധിമുട്ടുണ്ടാകാൻ സാധ്യതയുണ്ട്. ശാരീരികമായിട്ട് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നൊക്കെയാണ് കേട്ടോ. കാലിനൊക്കെ പ്രശ്നം, കാലിനോ കൈക്കോ ഷോൾഡറിനോ നെക്കിനോ ഒക്കെ പ്രശ്നമുള്ള പോലെ കാണുന്നുണ്ട്. പിന്നെ അതുപോലെ മാനസികമായിട്ടും കുറച്ച് സമ്മർദ്ദമൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുപോലെ പണം നഷ്ടമുണ്ടാവാൻ സാധ്യതയുണ്ട്. ഫിനാൻഷ്യൽ ലോസ് ആണ്. അതുപോലെ പണം ആവശ്യമുണ്ട്, പക്ഷേ അത്രയും പൈസ കയ്യിലില്ലാത്തത് കൊണ്ട് എൻ്റെ പൈസ ഇല്ലല്ലോ എന്ന ചിന്തയാവാനും സാധ്യതയുണ്ട്. പുവർ മണി മൈൻഡ് സെറ്റ് എന്നും കൂടി ഈ ഒരു കാർഡിന് അർത്ഥമുണ്ട്. അപ്പോൾ ചിലപ്പോൾ അതും ആകാൻ സാധ്യതയുണ്ട്. അപ്പോൾ പൈസ സൂക്ഷിച്ച് ചിലവാക്കുക. സൂക്ഷിച്ചെന്ന് വെച്ചാൽ പൈസയായിട്ട് ചിലവാക്കുമ്പോൾ മാത്രമല്ല, നിങ്ങൾ ഉപയോഗിക്കുന്ന ഓരോ വസ്തുക്കളുടെയും ഉപയോഗവും ചിലപ്പോൾ അത് നഷ്ടപ്പെട്ടു പോകുന്നതായിരിക്കാം, അല്ലെങ്കിൽ അത് നശിപ്പിച്ച് കളയുന്നതായിരിക്കാം. അതൊക്കെ നിങ്ങൾക്ക് ഒരു ഫിനാൻഷ്യൽ ലോസ് തന്നെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെയാണ് ഇന്നത്തെ ദിവസം പറയുന്നത്. ഫിനാൻഷ്യലി കുറച്ച് സ്ട്രഗ്ലിംഗ് ആയിരിക്കും, ഫിനാൻഷ്യൽ ലോസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ശാരീരികമായിട്ട് കുറച്ച് സ്ട്രഗിൾ ചെയ്യാൻ സാധ്യതയുണ്ട്. പെയിൻ പോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് മാനസികമായിട്ട് കുറച്ച് സമ്മർദ്ദപ്പെടാൻ സാധ്യതയുണ്ടെന്നാണ് കാണുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് കാർഡ് വന്നിട്ട് 10 ഓഫ് സോർഡ്സ് ആണ്. ഒരു ഹാർട്ട് ബ്രോക്കൺ സ്റ്റേറ്റിൽ നിൽക്കേണ്ടി വരും, ബാക്ക് സ്റ്റാബിങ് കിട്ടും എന്നൊക്കെയാണ്. ഡബിളുണ്ട്. ഡബിൾ കാർഡ് പറയുന്നതും ഒരു വല്ലാത്തൊരു അരക്ഷിതമായ അവസ്ഥയിലേക്ക് പോകാൻ സാധ്യതയുണ്ട് എന്നാണ്. ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിലൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ അവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ വളരെ ക്രൂഷ്യലായിട്ട് നിൽക്കുന്നതായിട്ടും, ആ ക്രൂഷ്യലായി നിൽക്കുന്ന ആളെ ആ റിലേഷൻഷിപ്പ് ചിലപ്പോൾ ബ്രേക്കപ്പ് ആകാനൊക്കെ സാധ്യതയുണ്ട്. അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പും കോൺഫ്ലിക്റ്റിലായിരിക്കും. റിലേഷൻഷിപ്പിനെ കൺട്രോൾ ചെയ്യുന്ന മൂന്നാമതൊരാളുണ്ടെങ്കിൽ അയാളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഒക്കെ മൊത്തത്തിൽ ഒരു കോൺഫ്ലിക്റ്റഡ് ആയിട്ടാണ് കാണുന്നത്. അതാണ് 10 ഓഫ് സോർഡും ഡബിളും കൂടെ വരുമ്പോൾ പറയാനുള്ളത്.
നെക്സ്റ്റ് കാർഡ് 4 ഓഫ് കപ്സ് ആണ്. ഇതൊരു നിരാശയുടെ കാർഡാണ്. നിരാശയിലിരിക്കുന്നു എന്നാണ്. മൊത്തം ഒരു നെഗറ്റീവ് ടോണാണ് കാർഡ്സ് എല്ലാം വരുന്നത്. 4 ഓഫ് കപ്സ് എന്ന് പറയുന്നത് ഒരു നിരാശയിലിരിക്കുന്നു എന്നാണ്. റിഗ്രറ്റ്, ഡിസപ്പോയിൻമെൻറ്റ്, അതുപോലെ അതായത് നമ്മൾ ആഗ്രഹിച്ച കാര്യം നടക്കാതെ വരുമ്പോൾ ഉണ്ടാകുന്നൊരു കടുത്ത മാനസിക സമ്മർദ്ദം ഉണ്ടല്ലോ, ആ ഒരു മാനസിക സമ്മർദ്ദമോ അല്ലെങ്കിൽ റിഗ്രറ്റിലും ഒക്കെ ഇരിക്കുന്നതായിട്ടാണ് ഈ 4 ഓഫ് കപ്സ് പറയുന്നത്. നമ്മൾ കടുത്ത ഒരു നിരാശയിലും മാനസിക സമ്മർദ്ദത്തിലും ഇരിക്കുന്നു എന്നുള്ളതാണ് കേട്ടോ. ലാസ്റ്റ് കാർഡ് വന്നിട്ട് 7 ഓഫ് കപ്സ് ആണ്. ഇത് വീടുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. വീട് വാങ്ങിക്കുക, വിൽക്കുക, പിന്നെ വീടിൻ്റെ അസറ്റ്, വീട് പണിയുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും ഒരു കാര്യം നടക്കുന്നുണ്ടാവും. അത്തരത്തിലുള്ളൊരു എനർജിയാണ് 7 ഓഫ് കപ്സ് എന്ന് പറയുന്നത്. അതുപോലെ നിങ്ങൾ പണം ചിലപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. എവിടെയെങ്കിലുമൊക്കെ പണം ഇൻവെസ്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ചിട്ടി പിടിക്കുകയോ പണയം വെക്കുകയോ പണയം എടുക്കുകയോ അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ചെയ്യുന്നുണ്ടാവാൻ സാധ്യതയുണ്ട്. ഒരു ആഘോഷത്തിൽ പങ്കെടുക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ നിങ്ങളുടെ പാരമ്പര്യ സ്വത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളും പറച്ചിലുകളൊക്കെ നടക്കാൻ, അതിനെക്കുറിച്ച് സംസാരം ഉണ്ടാവാൻ, അത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞ് ചിലപ്പോൾ ഒരു കോൺഫ്ലിക്റ്റ് ഒക്കെ ഉണ്ടാകാനൊക്കെ സാധ്യത ഉള്ള പോലെയാണ് കാണുന്നത്. ഓട്ടം വന്നിരിക്കുന്ന പേജ് ഓഫ് സോഡ്സ് ആണ്. അത് പാസ്റ്റിൽ ഉണ്ടായിട്ടുള്ള ഒരു പെയിനെ കുറിച്ചാണ്. ഈ പേജ് ഓഫ് സോഡും ഈ 10 ഓഫ് സോഡിന് ശേഷമാണ് ഈ പേജ് ഓഫ് സോഡ് എന്ന കാർഡ് വരുന്നത്. അപ്പോൾ ഈ പേജ് ഓഫ് സോഡ് നോക്കുന്നത് എപ്പോഴും 10 ഓഫ് സോഡിലേക്കാണ്. അതായത് മുമ്പ് ഞാനെടുത്തൊരു തീരുമാനം തെറ്റായതുകൊണ്ടാണ് ഇങ്ങനെ ബാക്ക് സ്റ്റാബിങ് കിട്ടി കിടക്കേണ്ടി വന്നത്. അതുകൊണ്ട് ഇനി ഒരിക്കൽ കൂടി ഒരു തീരുമാനം എടുക്കേണ്ടി വരുമ്പോൾ അയാൾ ഒന്ന് തിരിഞ്ഞു നോക്കും, അപ്പം മുമ്പ് എന്താണ് സംഭവിച്ചത്, അപ്പോൾ കാറ്റ് അനുകൂലമല്ല, ഞാൻ ഇപ്പോൾ തീരുമാനം എടുക്കണോ വേണ്ടയോ എന്നൊക്കെ ഒരു കൺഫ്യൂഷനായിട്ട് നിൽക്കേണ്ടി വരും. അപ്പോൾ ഇന്നത്തെ ദിവസം അങ്ങനെ ഒരു കൺഫ്യൂഷൻ കാണും, എന്ത് തീരുമാനം എടുക്കേണ്ടി വരും എന്നുള്ളത്. അത്തരത്തിലുള്ളൊരു എനർജി കാണുന്നുണ്ട്. അതുപോലെ പുതിയ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ റിസ്ക് എടുത്ത് പഠിക്കാൻ പോകുന്നുണ്ടായിരിക്കും. പുതിയൊരു നിങ്ങൾക്ക് മനസ്സിലുണ്ട്, പക്ഷേ വേറെ ആർക്കും അറിയത്തില്ലാത്തൊരു കാര്യം ചിലപ്പോൾ നിങ്ങളൊന്ന് പഠിക്കാനൊക്കെ തുടങ്ങുന്നുണ്ടാവാൻ സാധ്യതയുണ്ട് കേട്ടോ. ഇത് ഇന്നത്തെ ദിവസമേ 2 സ്ത്രീകൾ തമ്മിലുള്ളൊരു കോൺഫ്ലിക്റ്റ് കാണുന്നുണ്ട്. 2 സ്ത്രീകൾക്കിടയിലുള്ളൊരു മാനസികമായ സംഘർഷമായിരിക്കും, അല്ലെങ്കിൽ അല്ലാത്തൊരു സംഘർഷം കാണുന്നുണ്ട്. പക്ഷെ അത് കോംപ്രമൈസ് ആവുമെന്നാണ് കാണുന്നത്. പക്ഷേ ഇവിടെ 10 ഓഫ് സോഡും ഡബിൾ കാർഡും ഒരുമിച്ച് വരുമ്പോൾ ഒരു റിലേഷൻഷിപ്പ് എൻഡ് ആവുന്നതും അവിടുത്തെ തേർഡ് പാർട്ടി സിറ്റുവേഷനും ഒക്കെയാണ് കാണുന്നത്. അപ്പോൾ അത്തരത്തിലും ഒരു കാര്യം ഇന്നത്തെ ദിവസം നടക്കാൻ സാധ്യതയുള്ളതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ഡിസ്ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യാൻ ഇഷ്ടമുള്ളവർ കമൻറ്റും കൂടെ ചെയ്യണം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്.